അപ്പൊ എന്തായിരുന്നു ആ ഒരു കാര്യം ഇതായിരുന്നു, അവൻ ദൈവത്തെ കാണാൻ അവൻ പറ്റുന്നില്ല. കാരണം അതുപോലെ അവൻ്റെതായ കാര്യങ്ങളിലാണ് അവൻ ശ്രദ്ധ. അപ്പൊ നമ്മുടെ അനുതാപത്തിന്റെ പ്രധാന വിഷയമാണ് പറയുന്നത്, ദൈവരാജ്യത്തെ കണ്ടിട്ട് ആ ദൈവരാജ്യം നമ്മളിൽ തന്നെ ഉണ്ടായിട്ടും നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നതാണ് അനുതാപത്തിന്റെ ഒരു വിഷയം. അത് കഴിയുമ്പോൾ നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള അനുതാപം പിന്നെ വരും. പാപത്തെക്കുറിച്ചുള്ള അനുതാപം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സമാധാനമാണ്. കാരണം എന്താ, ഈശോയെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈശോ ഇനി എന്ത് ചെയ്യും? ഈശോ നമ്മുടെ പാപങ്ങളെ ഈശ്വരനെ തേടി ഞാനലഞ്ഞു, മലരുകൾ കടന്നു ബൈബിൾ മുഴുവനും പറയുന്ന ഒരു രഹസ്യം ഇത്രയും. നിങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കുക. സമരിയാക്കാരിയുടെ അടുത്ത് ഈശോ പറഞ്ഞു, സമരിയാക്കാരിക്ക് ഈശോയെ കണ്ടപ്പോൾ അത് വേറൊരു കഥ. അവസാനം സമരിയാക്കാരി പറഞ്ഞു, നിങ്ങൾ പറയുന്നു ദൈവം ജെറുസലേമിലാണ്, ഞങ്ങളുടെ ആളുകൾ പറയുന്നു ദൈവം മലമുകളിലാണെന്ന് പറയും. എവിടെയാണ് ഈ ദൈവം? അപ്പൊ ഈശോ പറഞ്ഞു, സ്ത്രീയെ, എന്നിൽ വിശ്വസിക്കുക. ഒന്ന് പറഞ്ഞെല്ലാവരും, എന്നിൽ. ഒന്നുകൂടി പറഞ്ഞെല്ലാവരും. ഒന്നുകൂടി ഉച്ചത്തിൽ പറഞ്ഞോന്ന്. മലമുകളിലോ ജെറുസലേമിലോ അല്ല ദൈവം. പിന്നെ എവിടെയാണ്? ഹൃദയത്തിൽ, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ് യഥാർത്ഥ ആരാധന. എന്താണ് എൻ്റെ അർത്ഥം? അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്ക്. അവിടെയാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്? സുരക്ഷിതനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈ
ആകാശത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലം. അതെല്ലാം അതാണ് ഈ വിസ്മയീയതയാണ് ദൈവരാജ്യത്തിൻ്റെ വലിയ ഒരു രഹസ്യം. അപ്പൊ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പഠിപ്പിച്ചു. യേശു പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം. ഇത് മത്തായി 6-ാം അധ്യായം. അപ്പോൾ മത്തായി 5:6-7 ഈ ദൈവരാജ്യത്തെ കുറിച്ചുള്ള വലിയ പ്രബോധനങ്ങൾ അടങ്ങിയ യേശുവിൻ്റെ പ്രസിദ്ധമായ മലയിലെ പ്രസംഗം. ഞങ്ങളുടെ നാടിനടുത്തൊരു അച്ഛനായിരുന്നു. ഞങ്ങൾ ചെറുപ്പമായിരുന്നപ്പോഴൊക്കെ അച്ഛൻ്റെ എല്ലാ ഇടയ്ക്ക് പള്ളിയിൽ വരുമ്പോൾ അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പം പിള്ളേരെല്ലാം പറയുന്നത് മത്തായി 5:6 നടത്തുന്നതോ. മത്തായി 5:6. കാരണം അച്ഛൻ എന്ത് സുവിശേഷം എടുത്ത് പ്രസംഗം പറഞ്ഞു തുടങ്ങിയാലും അതിൽ ഉടനെ അച്ഛൻ പറയാൻ തുടങ്ങി മത്തായി 5:6. മലയിലെ പ്രസംഗത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു. അതായത് അപ്പൊ മലയിലെ പ്രസംഗം മുഴുവനും ബൈഹാണ്. മത്തായി 5:6. The Magna Carta of the Kingdom of God എന്ന് പറയാം. ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള Magna Carta. അതായത് ദൈവരാജ്യത്തിന്റെ സകല രഹസ്യങ്ങളും ഈ മത്തായി 5:6 ആ മത്തായി 5:6 6-ാം അധ്യായത്തിലാണ് ഈ വചനങ്ങൾ. 6:33. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ച്. ആ ബാക്കിയുള്ളതെന്ന് പറയുന്നത് നമുക്ക് ബിസിനസ്സുള്ള കാര്യമോ നമുക്ക് വീടുണ്ടാക്കുന്ന കാര്യമോ നമ്മുടെ കടബാധ്യതകളുടെ കാര്യമോ ഒന്നുമല്ല. ബാക്കിയുള്ളതെന്ന് പറയുന്നത് ദൈവരാജ്യത്തിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള രഹസ്യങ്ങൾ, യുഗാന്ത്യപരമായ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തും. ഇപ്പൊ നമ്മൾ ചില ധ്യാനത്തിനെല്ലാം പ്രാരംഭ ധ്യാനത്തിനെല്ലാം സാക്ഷ്യം കേട്ടിട്ടില്ലേ? ഞാനിവിടെ വന്നിങ്ങനെ 5 ദിവസം അല്ലെങ്കിൽ തപസ് നടത്തി അല്ലെങ്കിൽ ധ്യാനിച്ചു, വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിസ അടിച്ചു വന്ന് കിടക്കണം. ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നത് പൂർത്തിയായി കേട്ടോ. ശരിയായിരിക്കാം, പക്ഷെ ആ ലെവലിൽ നിന്നും നമ്മൾ ഉയരണം. ആദ്യം ഈ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ, ദൈവത്തിന്റെ നീതിയുടെ രഹസ്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള രഹസ്യങ്ങളെല്ലാം മനസ്സിലാവും. നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് കൈ ഒട്ടി ഒന്ന് പാടിയ കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.
ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് ആ യേശയ്യായിലൂടെ എല്ലാം പറയുന്ന കാര്യം. അതാണ് വചനം മാംസമായി നമ്മുടെ കൂടെ വസിക്കുന്നത്. സങ്കീർത്തനം 63 ഇങ്ങനെ പാടുന്നുണ്ട്, എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. ഈ സർവവ്യാപിയായ ദൈവത്തിന് വലത് കൈയുണ്ടോ? എന്തായാലും കർത്താവ് നിശ്ചയിപ്പ ദൈവത്തിന്റെ വലതുഭാഗത്ത് എന്തിരിക്കും? എന്താ ഈ വലത് കൈ എന്ന് പറഞ്ഞാൽ? വലത് കൈ എന്ന് പറയുന്നത്